ഈ സൈക്കോപാത്ത് എന്നുള്ള അതിലുപരി ഇപ്പം ലോകത്തെ മൊത്തം ഒരു കബളിപ്പിക്കുന്ന ഒരു നേതാവായി മാറിയിരിക്കുകയാണ്. അമേരിക്കക്കാരെ മാത്രമല്ല, അതിൻ്റെ ഒരു ഉദാഹരണമാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എന്നുള്ളത്. ഈ ഗ്രേറ്റ് എന്നുള്ള വാക്കിന് ഇത്രമാത്രം മൂല്യശോഷണം ഒരുപക്ഷെ ചരിത്രത്തിൽ സംഭവിച്ചു കാണത്തില്ല. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട, അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും മോശം ഭരണാധികാരിയായി ട്രംപ് മാറിയത് ഈ യുദ്ധത്തിൻ്റെ ഒരു സൈക്കോപാത്ത് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അത് അല്ലാതെ തന്നെ ഈ സ്വാധികാര പ്രമത്തത എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ട് ഇദ്ദേഹം പറഞ്ഞ ഈ ഒഫൻസീവ് ടെൻഡൻസി അത് കൂടുതലായിട്ട് ഉണ്ടാകും. അവർ അതിൻ്റെ കൂടെ ഈ റിയലിസം എന്ന വാക്ക് ചേർക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഒരു കാര്യത്തെ കാണുക എന്ന് പറഞ്ഞാൽ അത് വസ്തുനിഷ്ഠമായി കാണുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശരിക്കും വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും കുറേ കാര്യം, എന്നാൽ പോലും വസ്തുനിഷ്ഠതയ്ക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ലോകത്ത് മുഴുവൻ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട് എന്നൊരു വസ്തുത റിയലിസ്റ്റിക് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ട്രംപ് എന്താ പറയുന്നത്? അങ്ങനെ ഒരു കാലാവസ്ഥാ വ്യതിയാനം ലോകത്തില്ലെന്ന് പറയും. ഇല്ലെന്ന് മാത്രമല്ല, അയാൾ അതിനുവേണ്ടി ഒരു പ്രചാരം തന്നെ ഒരിടയ്ക്ക് നടത്തി, പിന്നെ വലുതായിട്ട് വലുപ്പമാതെ വന്നുകൊണ്ട് അത് തുടർന്നില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെ എല്ലാ വസ്തുതകൾക്കും വിരുദ്ധമായി ലോകത്തിനാകെ സകല ജീവജാലങ്ങൾക്കും ലോകത്തിൽ ഇതപര്യന്തമുള്ള എല്ലാ സംസ്കാരങ്ങൾക്കും, പേർഷ്യൻ ഭാഷയുടെ കാര്യമൊക്കെ പറഞ്ഞു, പേർഷ്യൻ സംസ്കാരം അത് നശിപ്പിക്കാൻ. അതുപോലെ ഇതുപോലെ ഒരു പ്രസിഡന്റ് എന്ന് പറയാൻ ബുഷ് മാത്രമേ ഉള്ളൂ. ഇതിന് മുമ്പുണ്ടായിരുന്ന ബുഷ്, രണ്ടാമത്തെ ബുഷ്. ആ ബുഷാണ് പിന്നെ ബാഗ്ദാദിലൊക്കെ കാർപ്പറ്റ് ബോംബിങ് നടത്തിയിട്ട് മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഇല്ലാതാക്കിയത്. ഇപ്പം രണ്ടാമത് ഇതുപോലെ മുഴുവൻ സംസ്കാരത്തെയും പേർഷ്യൻസും നശിപ്പിക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുമാത്രമല്ല, ഇതിന് ഈ നമ്മളിപ്പോൾ സൈക്കോപാത്ത് മാത്രം എന്ന് കാരണം ലോകത്തിലെ ഇതപര്യന്തമുള്ള എല്ലാ യുദ്ധത്തിലും ധാരാളം കാരണങ്ങളുണ്ട്. ചില കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ പരാജയത്തിൻ്റെ കാരണങ്ങളുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നെപ്പോളിയൻ ഒരു യുദ്ധത്തിൽ വാട്ടർലോയിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞതുപോലെ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്ന മാത്രമല്ല, ചില അന്തർധാരകളായിട്ടൊക്കെ ഉള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനകത്ത് ഇതെല്ലാം വരും. സിയോണിസം വരും, പിന്നെ സുന്നി ഷിയ സംഘർഷങ്ങളുണ്ട്, കുർദുകളുടെ എല്ലാം വരും. പക്ഷെ ഇന്ന് വളരെ സങ്കീർണമായ ഒരു ഒന്നാം ലോകയുദ്ധവും രണ്ടാം ലോകയുദ്ധവും മാറ്റി നിർത്തിയാൽ ഇന്ന് കുറെ കൂടി അതിൻ്റെ കാരണങ്ങൾ സങ്കീർണമായ ഒരു യുദ്ധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം, ഇന്ത്യ അങ്ങോട്ട് കയറി ആക്രമിക്കാത്ത ഈ ഒഫൻസീവ് ടെൻഡൻസി ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള രാജ്യങ്ങൾ ലോകത്ത് കുറവാണ്, വളരെ കുറവാണ്. ഭൂട്ടാനോ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളൂ. ബാക്കി മിക്ക രാജ്യങ്ങളിൽ ലോകത്ത് അങ്ങോട്ട് കയറി, അതാണ് ഒഫൻസീവ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫെൻസീവാണ്, എല്ലാ കാര്യത്തിലും ഡിഫെൻസീവാണ്. കുത്തനിൽ നിന്ന് വന്ന ഒരു ഡിഫെൻസീവാണ്. അതുപോലെ ഈ ആശയങ്ങൾ തന്നെ തുല്യത എന്നൊക്കെ ഉള്ള ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇത് ലോകത്തിനാകെ കൊടുത്ത രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് ഈ എക്സലൻ്റ് ഏതൊരു സഖ്യത്തിലും ഇന്ത്യ ചെയ്തിട്ടുള്ളതൊന്നും നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല. സമാധാനത്തിൻ്റെ ശക്തനായ വ്യക്താവായി മാറാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.